ഞാൻ കേരളത്തിലെ 12 ജില്ലകളിലായി നിരവധി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർട്ടിയും മുന്നണിയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാനും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമാവാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ എല്ലാം ചെന്ന സമയത്ത് കണ്ട ആളുകളുടെ പ്രതികരണം, ഞാൻ പറയുന്നത് ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാർട്ടി വർക്കേഴ്സിൻ്റെയോ മുന്നണി വർക്കേഴ്സിൻ്റെയോ UDF അനുഭാവികളുടെയോ മാത്രം കാര്യമല്ല. ഞങ്ങളുടെ ഏത് പ്രോഗ്രാമിനെയും വീക്ഷിക്കുന്നതിന് വേണ്ടിയും റോഡിൻ്റെ വശങ്ങളിൽ നിന്നിരുന്ന ആളുകൾ, വാഹനങ്ങളിൽ പോയിരുന്ന ആളുകൾ, കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങി വന്ന് അഭിവാദ്യം ചെയ്ത ആളുകൾ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ധിക്കാരത്തെയും ധാർഷ്ട്യത്തെയും ഒന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സർക്കാരിനെ ചുമന്നു മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ഇതുവരെ നടന്ന പ്രചരണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്. അതുകൊണ്ട് മൂഡ് ഏതാണെന്ന് ചോദിച്ചാൽ മൂഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിൻ്റെ മൂഡാണ്. UDF സെഞ്ചുറി അടിച്ച് കേരളത്തിൽ തിരിച്ചു വരുന്ന മൂഡാണ് കേരളത്തിലെ ഗ്രൗണ്ടിലുള്ളത്. ഞാനിതിന് മുമ്പ് മാധ്യമങ്ങൾ പ്രചരണ സമയത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ പോലെ റിയൽ ഇലക്ഷൻ സ്റ്റോറി, ഗ്രൗണ്ട് സ്റ്റോറി എന്നുള്ളത് UDFന് 100% അനുകൂലമാണ്. ഈ പാലക്കാട്ട് ഇന്നത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. BJP പറയുന്നത് ഇപ്പോഴും അതൊരു നിഴൽ മാത്രമാണ്. അല്ല, BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം, എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവരത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു, പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അതെല്ലാം കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ, അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു അജണ്ടയും അല്ല. അവരെ നടപ്പിലാക്കിയ ഒരു കാര്യം ഒന്നേ ദൃശ്യത്തിൽ പതിഞ്ഞുള്ളൂ. ആ പതിഞ്ഞത് പുറത്തു വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു, അവരുടെ പണത്തെയും BJPയെയും രണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാടിൻ്റെ ആത്മാഭിമാനം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ, 5 അക്ക ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അത് ഉന്നയിച്ച ആൾക്കെതിരെ പോലീസ് നടപടി എടുക്കണം. ഏപ്രിൽ 10 ശേഷം ഷാഫി പറമ്പിൽ MPക്കെതിരെ അടക്കം അല്ല, അപ്പോൾ എനിക്കെതിരെയൊക്കെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണല്ലോ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് അവർക്കെതിരെ നടപടി എടുക്കണം. കാരണം അങ്ങനെ ഒരു കേസിനകത്തൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? കാത്തു വെക്കാൻ പറ്റുമോ? ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഓഡിയോ പ്രക്ഷോഭിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. കൗൺസിലർ ആയതിനു ശേഷം 2-3 പ്രൊജക്റ്റുകൾ പറഞ്ഞു. പക്ഷെ തനിക്ക് ഷാഫിയെ പോലെ അഴിമതി നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് താല്പര്യം സ്ത്രീയോടാണ്, ആ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങക്ക് എന്താ തോന്നുന്നത് എന്നെ പറ്റി? അങ്ങ് ജനൻ TVയുടെ പ്രക്ഷോഭം പറയുന്നത് താങ്കളുടെ ചങ്കാണല്ലോ. കാരണം പാലക്കാട്ട് ഏത് താങ്കളുടെ ഫോട്ടോ എടുത്ത് നോക്കിയാലും താങ്കളുടെ വലതുവശത്ത് പ്രക്ഷോഭം ഉണ്ടാവും. അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭമാണ് പറയുന്നത്, കാരണം താങ്കളുടെ വലം കൈയായിരുന്നു. പ്രക്ഷോഭം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനെതിരെ നടപടികൾ സ്വീകരിക്കുക. ഓഡിയോയിലാണ് പറയുന്നത്, പ്രക്ഷോഭിന്റെ ഓഡിയോയിലാണ്. നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് ഒരു പേര് എന്നെ വലിച്ചു കെട്ടണ്ട. പ്രക്ഷോഭിന്റെ ഓഡിയോ താങ്കളുടെ ഷാഫി അല്ല, അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം അദ്ദേഹം വന്നപ്പം വളരെ ദുർബലനാണെന്ന് പറഞ്ഞു. പിന്നെ ചില കോണിൽ നിന്ന് അദ്ദേഹം കോമാളിയാണെന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഇവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്തപ്പോഴും, ഓരോ തവണ ജനങ്ങളുമായി സംവദിച്ചപ്പോഴും, മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും, ഇഷ്യൂസിനോട് റെസ്പോണ്ട് ചെയ്തപ്പോഴും, അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച രീതി പോലും പാലക്കാട്ട് വലിയ മതിപ്പുണ്ടാക്കി. അതിൻ്റെ ശേഷം വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി, രാഷ്ട്രീയമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം പാലക്കാടൻ ജനത ഇഷ്ടപ്പെടുന്ന തരത്തിൽ രമേശ് പിഷാരടി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാടൻ ജനതയുടെ ഹൃദയങ്ങൾ ഒരു ഇടം പിടിച്ചു എന്ന് കണ്ടപ്പോൾ തുടങ്ങിയ അസ്വസ്ഥതയാണ്. ആദ്യം വളരെ സില്ലിയായി നിസ്സാരമായി 2 മുന്നണിയും കണ്ട ഒരാൾ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള അറ്റാക്കിനും അദ്ദേഹം വിധേയനാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അദ്ദേഹമാണെന്ന ഒരു ഫ്ലെക്സ് ബോർഡ് തൊട്ട് ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾ വരെ
അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹം പാലക്കാട് ജയിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് എതിരാളികൾക്ക് കൃത്യമായിട്ട് ലഭിച്ചതുകൊണ്ടാണ്. അവരെന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്നലെ സംഭവത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. താങ്കളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ്, താങ്കൾക്ക് അറിയാം അത്തരം വിഷയങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് പോലും അയാൾ ആ വിഷയത്തിൽ പറയാൻ പോലും തയ്യാറായിട്ടില്ല രമേശ് പിഷാരടി. അത് എന്തുകൊണ്ടായിരിക്കും? സ്ഥാനാർത്ഥി പറഞ്ഞതും അത് ഈ എന്തെങ്കിലും അനീതി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഈ പെരുമാറ്റച്ചട്ടം തടസ്സമല്ല, അതുകൊണ്ട് പ്രതികരിക്കാത്ത വ്യക്തിയാണ് രമേശ് പിഷാരടി എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലേ, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് അങ്ങനെ വരുത്താൻ നോക്കി. അദ്ദേഹം രാഷ്ട്രീയം പറയില്ല എന്ന് ആദ്യം പറഞ്ഞു നോക്കി. വളരെ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പാലക്കാട് വെച്ച് നടത്തിയപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ഒരു വേദിയിൽ പറഞ്ഞ അദ്ദേഹം 2 പാട്ടുകൾ സൂചിപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ്. കലാകാരന്മാരുടെ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ഉൾപ്പെടെ മാറാത്തത് മാറുമെന്ന് BJP പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. മാറാത്തത് മാറുമെന്ന് BJP പറഞ്ഞത് ഇവിടെ കൽപ്പാത്തിയിലും ചക്കാന്തറപ്പള്ളിയിലും തിരുവത്തുപള്ളി നേർച്ചയ്ക്കുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ജനതയെ കമ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന BJP ആ മാറ്റം പാലക്കാടിന് വേണ്ട എന്ന് പറയുന്നു. രാജ്യത്തും സംസ്ഥാനത്തും ജീവിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ പോലും കോൺഗ്രസിന് അധികാരമില്ലാത്തൊരു സമയത്ത് വർഗീയതക്കും വിഭാഗീയതക്കും എതിരായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ അതിനൊപ്പം അണിചേർന്ന് കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പാലക്കാടിൻ്റെ വികസനത്തെ സംബന്ധിച്ച് വർഗീയതയ്ക്കെതിരായി വിദ്വേഷത്തിനെതിരായി നല്ല നിലപാടുള്ള ആൾ തന്നെയാണ് ശ്രീ രമേശ് പിഷാരടി. ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് കാലത്തും ഈ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞിട്ട് നിരന്തരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം ഇവിടെ ജയിക്കാൻ പോവാണ് എന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ UDFന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുണ്ട്. ഞാൻ നിങ്ങൾ തുടങ്ങി ഒറ്റ ചോദ്യം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയും, മറ്റാരും ഇല്ല എന്ന തരത്തിലൊക്കെ അവരവർ തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വെച്ചുകൂട്ടിയ ഹോർഡിങ്സും ഈ നടത്തിയ പ്രചരണങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നത്. എന്നാൽ പിന്നെ കാണാം, ജനങ്ങളുണ്ട് എന്നുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഈ വീഡിയോ കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്യുമ്പോഴേ ഈ വീഡിയോ ഈ കേസുമായി മുന്നോട്ട് പോകുക, അതായത് തെരഞ്ഞെടുപ്പ് കേസുമായി മുന്നോട്ട് പോകുക, അവരെ അയോഗ്യയാക്കണം എന്നുള്ള രീതിയിൽ തന്നെ പോകുക. അല്ല, അത് പിന്നെ വളരെ ഗൗരവമുള്ള കാര്യമല്ലേ. അങ്ങനെ ലൈറ്റായിട്ടോ സിമ്പിളായിട്ടോ എടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് ഗുരുതരമായിട്ടുള്ള കാര്യമല്ല. അത് ശരിക്കും പാലക്കാടിനോടൊരു അവഹേളനം കൂടിയാണല്ലോ. ഈ ദൃശ്യം പകർത്തിയവരുടെ മുഖം അടിച്ചു പൊളിക്കും എന്നൊക്കെയായിരുന്നു ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ അതിനകത്തൊരു മാധ്യമം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, പാലക്കാടിൻ്റെ അമ്മയാണ് സഹോദരിയാണ് എന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്ത രീതിയിൽ മുഖം അടിച്ച് തിരിക്കും എന്നൊക്കെ പറയുന്ന തരത്തിൽ പ്രതികരിക്കുമ്പോൾ അതൊക്കെ പാലക്കാട് വിലയിരുത്തുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാട് അതിനെയൊക്കെ വിലയിരുത്തി തന്നെയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്. പാലക്കാട് ഒരു മതേതര മണ്ണാണ്. ആ മണ്ണിൽ രമേശ് പിഷാരടിയാണ് ഇത്തവണ ജയിക്കാൻ വേണ്ടി പോകുന്നത്. അത് ജനങ്ങളുടെ തീരുമാനമാണ്. കേരളത്തെ നമ്മൾ ഈ ഭരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ പോവാണ്. ഈ ദുർഭരണം കേരളത്തിൽ അവസാനിക്കാനായിട്ട് പോവാണ്. ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനം ഇന്ന് നടപ്പിലാവും. ഇന്ന് വിധി എഴുതും. വിധി പ്രസ്താവം മെയ് 4-നുണ്ടാവും. UDF കേരളത്തിൽ തിരിച്ചു വരും. ഈ താങ്കൾക്കെതിരെയുള്ള ആരോപണത്തിൽ ഈ ഓഡിയോയിൽ ഏതായാലും ഒരു കൃത്യമായ മറുപടിയില്ല. ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് അതിന് വെറുതെ അതായത് പ്രക്ഷോഭ് താങ്കളുടെ അരുമ ശിഷ്യനായിരുന്നു. 100% താങ്കളുടെ അരുമ ശിഷ്യൻ 100%. അദ്ദേഹം പറയുന്നത് കൂടെ കിടന്നവനെ രാപ്പനി ഉണ്ടാവുമെന്ന് അറിയുള്ളൂ എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രിജ്ഭൂഷൺ ചെയ്തതിന് നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ടി വരുമല്ലോ. ആ വിഷയത്തെ പറഞ്ഞ് ഇതിനെ വോട്ടടിക്കാനല്ലോ വേണ്ട. ഇതിലുള്ള മറുപടി ഇന്ത്യയുടെ മറുപടി പറഞ്ഞു. പറമ്പിൽ അഴിമതി നടത്താൻ പറഞ്ഞു, പ്രേരിപ്പിച്ചു. അതും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടാണ് നിരന്തരം പറയുന്നത്. അല്ല, വളരെ കൃത്യമായിട്ട് പിന്നെ ഞാൻ മറുപടി പറഞ്ഞു. പീഡനം നടത്തുമ്പോൾ അതിൽ താങ്കൾക്ക് പ്രശ്നമില്ല. എന്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കുക എന്താ ചേട്ടാ? കുറച്ച് അങ്ങനെയാണ്. ആ ഓഡിയോയിൽ താങ്കൾ അവരുടെ ബോസാണ്. ഫ്ലൈറ്റ് യാത്രക്ക് താങ്കൾ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. എന്റെ പേര് പറഞ്ഞ നാട്ടിൽ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്ന കുട്ടികളല്ല, പെൺകുട്ടികളെ അങ്ങനെ വില കുറച്ച് കാണണ്ട. പക്ഷേ പ്രക്ഷോഭ് താങ്കളുടെ ശിഷ്യനാണല്ലോ, അപ്പൊ അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണല്ലോ, അതൊരു ഫാക്ട് ആണല്ലോ. അത് ഞാൻ ആദ്യം പറഞ്ഞത് ആ കാര്യത്തിൽ അപ്ലിക്കബിൾ ആണോ എന്നും കൂടെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചോളൂ.